സ്വവർഗ പങ്കാളികൾക്ക് നൽകേണ്ട അജപാലന ശുശ്രൂഷയെപ്പറ്റി തന്റെ അനുഭവം ഫേസ്ബുക്കിൽ പങ്കുവച്ച് ഫാദർ റോയ് പാലാട്ടി സിഎംഐ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്. ഏകദേശം 12 വർഷം മുൻപ് ഞാൻ വാഷിംഗ്ടൺ ഡിസിയിൽ ഒരു ഷാലോം ഫാമിലി കോൺഫറൻസിൽ പ്രസംഗിക്കുകയായിരുന്നു. തിരുലിഖിതങ്ങളെയും സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തെയും അടിസ്ഥാനമാക്കി സ്വവർഗാനുരാഗ ബന്ധങ്ങളുടെ അധാർമികതയെക്കുറിച്ചും സ്വവർഗ രാഷ്ട്രീയ അജണ്ടയെക്കുറിച്ചും പ്രസംഗിക്കുക എന്നതായിരുന്നു എന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം. ആ സെഷനിൽ 4 സ്വവർഗ പങ്കാളികൾ സന്നിഹിതരായിരുന്നു. അവരിൽ 2 പേർ എന്നെ കാണാൻ വന്നു. ഞങ്ങൾ ഒരു നീണ്ട സംഭാഷണം നടത്തി. അതിൽ അവർ തങ്ങളുടെ സ്വവർഗാനുഭാവം എപ്രകാരം വളർന്നുവെന്നും ഒടുവിൽ സിവിൽ യൂണിയനിൽ തങ്ങളുടെ ബന്ധം കലാശിച്ചത് എങ്ങനെയെന്നും പങ്കുവച്ചു. ഞാൻ വിധിച്ചില്ല, മറിച്ച് അവരെ സ്നേഹിച്ചു. എങ്കിലും സത്യം മറച്ചുവെക്കുന്ന സ്നേഹം തികച്ചും വൈകാരികമായ ഒരു പ്രകടനം മാത്രമാണെന്ന് എനിക്ക് ബോധ്യമായി. അപ്രകാരമുള്ള സ്നേഹം തെറ്റുകൾക്ക് പിന്തുണ നൽകുകയും തെറ്റുകളെ ന്യായീകരിച്ചുകൊണ്ട് അവ തെറ്റുകളല്ലെന്ന നിഷേധാത്മകതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഞാൻ അവരെ സ്നേഹിച്ചതിനാൽ അതിൽ നിന്ന് പുറത്തുവരാൻ ഞാൻ അവരെ സഹായിച്ചു. തങ്ങളുടെ തെറ്റുകളെപ്രതി പശ്ചാത്തപിക്കാൻ അവർ തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇരുവരും സ്ത്രീകളെ വിവാഹം കഴിക്കുകയും ഇടവക സമൂഹത്തിൽ സജീവമായി ഇപ്പോൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഒരു തലമുറയുടെ സഹിഷ്ണുത അടുത്ത തലമുറയിൽ അംഗീകാരമായി പരിണമിക്കും. ഒരു മതിൽ പൊളിക്കുന്നതിനു മുൻപ് എന്തിനുവേണ്ടി അത് പണിതു എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന വാക്കുകളോടെയാണ് പാലാട്ടിയച്ചൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത്.